ആ ചീരക്കും കൂടി നനക്കിട്ടോ. എന്തൊരു മണ്ണാ എങ്ങനെ ഇങ്ങോട്ട് വരുന്നത്? ആ പറയടാ. ഞാൻ വീട്ടിലുണ്ട്. എവിടെ? പാലക്കാടല്ലേ? അതെ. എത്ര ഉറുപ്പിക മരുന്നുണ്ട്? അതെ, വൈകിട്ടാ അതോ പുലർച്ചെ? അല്ലടാ, വെടിക്കെട്ട് എപ്പോഴാ? പുലർച്ചെ അല്ല, രണ്ടും ഉണ്ടാ? ഒന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് വൈകിട്ടത്തെയും കാണാം. അത് കഴിഞ്ഞിട്ട് അവിടെ കിടന്ന് ഉറങ്ങിയിട്ടേ രാവിലത്തെ വെടിക്കെട്ട് മരുന്ന് പണിയും കൂടിയും കഴിഞ്ഞിട്ട് പോരാ. ഞാൻ റെഡിയാവാ. ശരി, ഇപ്പം തന്നെ വിടാം. കുറച്ച് ദൂരം ഉണ്ടോ ഓടാനേ? നമുക്ക് വഴിയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ മെല്ലെ സൊറ പറഞ്ഞിട്ട് ഇങ്ങനെ പോവാ. മറ്റന്മാരെയും വിളിച്ചോ. ശരി. എന്നൊരു പൂരണ്ട്, മരുന്ന് പണിയൊക്കെ ഉള്ളതല്ലേ, ഒന്ന് പോയി കണ്ടിട്ട് അടിപൊളിയായിട്ട് പോരാ. വണ്ടിയുടെ ചാവി അവിടെ വെച്ച്? വണ്ടിയുടെ ചാവിയൊക്കെ അവിടെ ഉണ്ട്. എങ്ങോട്ട് പോണു? പൂരത്തിനാ? ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞല്ലേ പന കാണാൻ പോണെന്ന്. അതെ, ഉപ്പാനപ്പൊ നാളെയും പോയി കണ്ടൂടെ? അത് നാളെ പോയി കാണാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ജോലി സ്ഥലത്തേക്ക് പോവല്ലേ? നാളെ രാവിലെ പുലർച്ചെ? നാളെ വൈകിട്ട് പോണോ? ജോലി സ്ഥലത്തേക്ക് കാസർഗോട്ടേക്ക് പോണ. ഇപ്പൊ ഇനി എന്നാ വരിക? ഒരു മാസം കഴിഞ്ഞിട്ടാ വരിക. ഉപ്പാന ഒരു മാസം കഴിഞ്ഞാലും കാണാലോ. ഈ വെടിമരുന്നും പൂരം ഒക്കെ കാണണമെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ലീവിന് വന്ന സമയത്ത് തന്നെ പറ്റുള്ളൂ. വെടിമരുന്നിന് പോണ്ടക്ക് ഇഷ്ടമല്ല പോണത്. അനക്ക് ഇഷ്ടമല്ലാച്ചിട്ട് എനിക്കിഷ്ടമാണ്. ഒരു ക്രൈസാണ് കാണുന്നത്. നിങ്ങളുടെ ക്രൈസ് വേണ്ടാന്ന്. കുറെ നടന്നില്ല അങ്ങനെയൊക്കെ ഇനി നടക്കൂല. ഏട് നേരം നോക്കിയാലും പൂരപ്പറമ്പൊക്കെ കയറി നടക്കുക. പ്ലാനിനും മരുന്നും കണ്ടിട്ട് നടക്കൂല. ഞാൻ സമ്മതിക്കൂല. ഈ ഉമ്മാന്റെ പോലെ സംസാരിക്കരുത്. പണ്ട് ഇതേപോലെയാണ് പൂരത്തിന് പോകുമ്പോ ചണ്ടപ്പുറത്ത് കോലിട്ടോടത്തേക്ക് ഒക്കെ നടന്നു വഴി മുടക്കും. എന്നോട് പറഞ്ഞത് ഓന്റെ ഈ സ്വഭാവം മാറ്റണം എന്ന്. അത് മാറ്റേണ്ടത്. മനുഷ്യന്മാര് ജീവിച്ചിരിക്കുമ്പോഴാണ് ഓരോ സംഭവങ്ങൾ കാണുക. അതൊക്കെ രസം. പൂരം വേനൽക്കാലും മാങ്ങയും ചക്കയും ഒക്കെ ആസ്വദിക്കേണ്ട തന്നെയാണ്. നിങ്ങളോട് പോണ്ടാന്ന് ഞാനല്ലേ നിങ്ങളുടെ അമ്മയല്ലേ പറഞ്ഞത് പോണ്ടാന്നുള്ളത്. മരിച്ചുപോയ മകളാക്കിന് ഒരു വിലയില്ല. പോണ്ട. 1.5 മാസമായിട്ടുള്ളൂ. വേണ്ട. ആ കുട്ടികളെ നോക്കിട്ട് അതിന്റെ ഉള്ളിൽ പോയി കുത്തിരുന്നാണ്. കുട്ടികളെ ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാ മതിയല്ലോ. നിങ്ങൾ ചാവിന്റെ അടുത്തോടുന്നത് പോവാൻ പറ്റൂലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ചാവി ഞാൻ അടുത്തേക്കാണ്. പോവാൻ പറ്റൂല. ആ സമ്മതിക്കൂല. ഞങ്ങളൊന്ന് പോയി കാണിന്ന. ഞാൻ ഒന്ന് കാണട്ടെ. നിന്റെ വാക്കും ധിക്കരിച്ച് നിങ്ങളൊന്ന് പോണത്. അത്രക്കണ്ട് ബലം പിടിക്കണ്ട. ഞാൻ പോണെന്ന് വിചാരിച്ചാ ഞാൻ പോയിക്കോ. നിങ്ങൾ ഇമ്മരത്തെ വാതിലിന്റെ വാക്കും മുടക്കും കാരണം ഞാൻ പോവാത്തത്. ഇമ്മരത്തെ വാതിലിറന്നാലല്ലേ മുടക്കും കാരനാണ്. ഏടും നിനക്കില്ല. എടാ, ഞാൻ വരുന്നില്ല. ഈ ദജ്ജാല് സമ്മതിക്കണില്ല ഇവിടുന്ന് പോരണ്ടാന്ന് പറഞ്ഞിട്ട്. എന്തോ ഒരു വഴിക്ക് ഇറങ്ങുമ്പോ അങ്ങനെയാണല്ലോ. അപ്പം മുടക്കുണ്ടാവും. ചാവിയോളം എടുത്ത് വെച്ചിരിക്കുന്നു. അത്ര എനിക്ക് വയ്യ ഇനി ബഹളം ഉണ്ടാക്കാം. അല്ലെങ്കിൽ തന്നെ തലവേദന. ഞാൻ ഒന്ന് റിലാക്സ് ആവാ, പൂരൊക്കെ ഒന്ന് കാണാച്ച് വിചാരിച്ചാ. ഇത് സമ്മതിക്കണില്ല. ശരി, പിന്നെ പോവാ. കണ്ണി കണ്ട കണ്ണിനോട് ദജ്ജാല് പറഞ്ഞത് അല്ല. പിന്നെ ഈ ആരാ? ദജ്ജാലെന്ന് പറഞ്ഞില്ലേ നിങ്ങള്? എന്താണത് ചുരുക്കണ്? എന്താണ് താങ്ക്സ് ഒക്കെ? ഈ ഫേസ്ബുക്കിലെ ന്യൂസ് കണ്ട? ഞാൻ ഇന്നലെ പോവായിരുന്ന പാലക്കാട്ടത്തെ പൂരല്ലേ, അതാണിത്. പൂരപ്പറമ്പിൽ വെടിക്കെട്ടപകടം, 13 മരണം. അങ്ങോട്ട് പോവാൻ വേണ്ടിട്ട് അങ്ങനെ ഇപ്പൊ നമ്മള് പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ. എല്ലാം ഇപ്പൊ അങ്ങനെ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ. ആളുകൾക്ക് വെടിക്കെട്ട് എന്ന് പറഞ്ഞ ഒരു ക്രൈസാണ്. എനിക്കും അത് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ അതുകൊണ്ടാണ് ഈ വെടിക്കെട്ടുള്ളടത്തേക്കൊക്കെ മണ്ടി പോണത്. അതെ, നിങ്ങളുടെ ക്രൈസ് ഞങ്ങക്ക് പേടിയാണ്. വെറുതെ അല്ല അമ്മ പറഞ്ഞത് എന്നോട് മരിക്കണേന് മുന്നേ. ഒരിക്കലും അവനെ പുറത്തു കൂടെ വെടിക്കെട്ടിന് ഈ പൂരത്തിന് പോണോണ്ടല്ല, നമ്മൾ സുരക്ഷിതമായിട്ട് മാറി നിൽക്കുക എന്നുള്ളതാണ്. ഇതെന്തോ അബദ്ധത്തിൽ സംഭവിച്ചു പോയതാ. 13 കുടുംബങ്ങൾ അനാഥായി. എന്തായാലും എന്തിനാണ് ഇങ്ങനെ വെടിക്കെട്ടൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുന്നത് ഈ പൂരത്തിന്റെ ആൾക്കാര്?
ആ പറഞ്ഞ ഓരോ ആളുകൾക്കും ഓരോരോ ക്രൈസാണ്. ചിലർക്ക് പൂരം ആന 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 കണ്ടിട്ടില്ല, ആനപ്രാന്ത്. ആന ഈ ആനപ്രാന്തിലും പൂരത്തിന്റെ ഈ വെടിക്കെട്ട് പ്രാന്തിലും ഈ കേരളത്തിൽ എത്രണ്ണം തീർന്നു? ലാസ്റ്റ് ഉണ്ടായത് എവിടെ? പുറ്റിങ്ങല്. ഓർമ്മ ഉണ്ടല്ലോ? നിങ്ങളൊക്കെ അങ്ങോട്ട് പോകും, എന്നിട്ട് വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുന്ന പെണ്ണുങ്ങൾക്കാണ് ഈ ബേജാറ് മൊത്തം. പറഞ്ഞ കേൾക്കും അയ്യോ. എന്നാ സുരക്ഷിതത്തോടെ പറഞ്ഞ് ചെയ്യോ? അതുമില്ല. ഇപ്പൊ നമ്മൾ വിചാരിച്ച വെടിക്കെട്ട് നിരോധിക്കാനൊന്നും പറ്റില്ല, അതിന് സർക്കാർ നിയമം കൊണ്ടുവരണം. അപ്പോഴും വരും എതിർത്തിട്ട് കുറെ ആളുകൾ വെടിക്കെട്ട് വേണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ആനയായാലും ശരി, കണ്ടില്ലേ, ഒരു പാവം ജന്തുവിനെ കൊടുന്നിട്ട് ഈ വെയിലത്ത് ഈ ലോഹത്തിന്റെ നെറ്റിപ്പട്ട് ഇട്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഒരു ചൂടും ഭ്രാന്തും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആന ഓടും, ആൾക്കാർക്ക് അപകടം പറ്റും. ഇതൊക്കെ നമ്മളിപ്പോ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ പോണത്. പൂരപ്പറമ്പിൽ പോവുക, ആഘോഷിക്കുക, ആളുകൾ അത് കാണുക, ആസ്വദിക്കാൻ, അതിനല്ലേ പോണത്. തോന്നുന്നു ഞാനാണ് അതൊക്കെ ചെയ്യണത്, ഞാനാണ് പറയണത്. അല്ല ഇപ്പൊ ഞാനാ പിന്നെ ചെയ്യണത്. എന്തായാലും പോട്ടെ, ഇപ്പൊ ഇജ്ജ് കാരണം ഞാൻ ആ വഴിയിൽ രക്ഷപ്പെട്ടു. ഞാനാണെങ്കിൽ നേരെ വെടിക്കെട്ട് നടക്കണതിന്റെ മുന്നിൽ നിന്നിട്ട് കാണാം. ഈ ബാക്ക് മുന്നിൽ ആൾക്കാരുണ്ടെങ്കിൽ കാണുന്നത് ഇഷ്ടമല്ല. കാണണം, പോയി ഇങ്ങനെ കത്തി പൊട്ടി പൊട്ടി ഇങ്ങനെ കയറുന്നു. പൊട്ടി 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 ഇപ്പൊ പടായേനെ ഇതേപോലെ. അപ്പോഴും ഇങ്ങോട്ട് നന്നില്ല, വീർത്തിട്ട ജന്തു.